ജീവിതം കൈവിട്ട് നിൽക്കുന്ന ഒരുത്തനാ ഞാൻ. വക്കീലും കൂടി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. വക്കീൽ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഇനി കേസും കോടതി ഒന്നും വേണ്ട. എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഇനി ഒന്നുമല്ല. അതിനേക്കാളും നല്ലത് ഞാനങ്ങ് ഇല്ലാതാവുന്നതാ. സോറി സച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്ക്. സച്ചി, ഞാൻ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. വാ, നമുക്ക് പോവാം. കാറിൽ കയറ്. ഞാനല്ലേ പറയുന്നേ. വാ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചിട്ടിയ കാര്യം സച്ചിയോട് പറഞ്ഞാലോ? സച്ചേട്ടനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇപ്പോ ആരതിക്ക് മാത്രമേ കഴിയൂ. ആരതി, കുറച്ച് നാളുകൂടി എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗൂഗിളിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേണ്ട, ഇക്കാര്യം ഇപ്പൊ സച്ചിയോട് പറഞ്ഞ സച്ചി ഭ്രാന്തനെ പോലെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. അതെല്ലാവരെയും ബാധിക്കും. എന്തായാലും കുറച്ചുകൂടെ കാത്തിരുന്നേ പറ്റൂ. വക്കീലും കൂടി എന്നെ അവഗണിച്ച ഞാൻ തകർന്നു പോകും കേട്ടോ. അതിനാരും അവഗണിച്ചോ? അതൊക്കെ സച്ചിയുടെ വെറും തോന്നല. 2 ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഞാൻ കാണാത്ത എന്ത് തിരക്കാ വക്കീലെ ഈ 2 ദിവസമായിട്ട്? അത് സച്ചിക്ക് അറിയാഞ്ഞിട്ടാ. പുതിയ ചില കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തലവേദനയായിരുന്നു. എത്ര തിരക്കാണെങ്കിലും വിളിക്കുമ്പോൾ ഫോൺ എടുത്തോടെ. ഇത്തിരി തിരക്കാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. അപ്പോ സച്ചിയുടെ മനസ്സിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യം? ഇനി അതൊക്കെ വെറും പാഴ്മോഹങ്ങളാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി കഴിഞ്ഞു. അധികം താമസിയാതെ അവരൊരുമിച്ച് ചേരുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ആരാ? വേണ്ട, ആരുടെയും ജീവിതത്തിന് ഒരു ശല്യം ആവാതെ ഒഴിഞ്ഞു മാറിയേക്കാം. പക്ഷെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സച്ചി എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര.